അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി ഉൽപ്പത്തി പുസ്തകം 45 അധ്യായം 22 വാക്യം നമുക്ക് വായിക്കാം. അവരിൽ ഓരോരുത്തരും ഓരോ വസ്ത്രവും, ബെന്യാമീനോ 300 വെള്ളിക്കാശും 5 വസ്ത്രവും കൊടുത്തു. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. ജോസഫിൻ്റെ സഹോദരന്മാരെ ജോസഫ് അല്പം പ്രയാസപ്പെടുത്തി എങ്കിലും ജോസഫ് അവർക്ക് തന്നെത്താൻ വെളിപ്പെടുത്തുകയും തൻ്റെ പിതാവിനെ മിസ്രൈമിലേക്ക് കൊണ്ടുവരുന്നതിനായി രഥവും ആഹാര സാധനങ്ങളും കൊടുത്തുകൊണ്ട് സഹോദരന്മാർ സന്തോഷത്തോടെ പറഞ്ഞയക്കുകയും ചെയ്യുന്ന രംഗം നമുക്കവിടെ കാണുവാൻ കഴിയും. ഈ സമയത്ത് തൻ്റെ സഹോദരന്മാർക്ക് ഓരോ വസ്ത്രം കൊടുത്തുവെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് രാജാവിൻ്റെ പ്രധാനമന്ത്രി കൊടുക്കുന്ന വസ്ത്രമാകിയാൽ വലിയ വിലയുള്ള വസ്ത്രമാകുവാനാണ് സാധ്യത. എന്നാൽ ബെന്യാമീൻ അവൻ 5 വസ്ത്രവും 300 വെള്ളിക്കാശും കൊടുത്തു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ജോസഫ് കൊടുത്ത വെള്ളിക്കാശ് വളരെ വിലയുള്ളതാണ് എന്നതിന് സംശയമില്ല. യേശുവിൻ്റെ കാലത്ത് പോലും ഒരു വെള്ളിക്കാശിന് വളരെ വില ഉണ്ടായിരുന്നു. എന്നാൽ യേശുവിൻ്റെ കാലത്തിനും നൂറ്റാണ്ടുകൾക്ക് മുൻപ് അതിന് എന്തുമാത്രം വിലയുണ്ടായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കുവാൻ കഴിയുകയില്ല. തൻ്റെ സഹോദരന് 300 വെള്ളിക്കാശിനേക്കാൾ വില ജോസഫിന് ഉണ്ടായിരുന്നു. എന്നാൽ തൻ്റെ സഹോദരന്മാർക്ക് വെറും 20 വെള്ളിക്കാശിൻ്റെ വിലയെ ജോസഫിനുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ദൈവത്തിന് ജോസഫ് മുഴുലോകത്തേക്കാൾ വിലയേറിയവനും മാന്യനും ആയിരുന്നതിനാൽ താൻ കൊടുത്ത ജോസഫിൻ്റെ ദർശനം സഫലമാക്കുവാൻ പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തു പോലും കർത്താവ് ക്ഷാമം വരുത്തി. കനാൻ ദേശത്തും ക്ഷാമമുണ്ടായിരുന്നുവല്ലോ എന്ന് ഉൽപ്പത്തി പുസ്തകം 42 അധ്യായം 5 വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവം നമുക്ക് തരുന്ന വാഗ്ദാനം നിറവേറ്റുവാൻ നാം സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് ദൈവം ചെയ്യുന്നത്. കർത്താവിന് ഒറ്റിക്കൊടുത്ത യൂദ കർത്താവിൻ്റെ വില കണക്കാക്കിയത് വെറും 30 വെള്ളിക്കാശ് മാത്രമാണ്. ആ പണം അവന് ഉപയോഗിക്കുവാൻ സാധിച്ചില്ല. തന്നെയുമല്ല, 30 വെള്ളിക്കാശിന് വേണ്ടി അവൻ നഷ്ടമാക്കിയത് അവൻ്റെ അകൃത്യത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പും ദൈവമകൻ ആകുവാനുള്ള അവസരവും നിത്യജീവനുമാണ്. മറ്റു ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ തന്നെ ഇവനെയും കർത്താവായ യേശു ക്രിസ്തു ദൈവരാജ്യം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചിരുന്നു. മറ്റു ശിഷ്യന്മാർ ഭൂതങ്ങളെ പുറത്താക്കിയതുപോലെ ഇവനും ഭൂതങ്ങളെ പുറത്താക്കി കാണുവാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തുകൊണ്ടോ ഇവൻ്റെ തലയിൽ മാത്രം യേശുവിൻ്റെ സുവിശേഷം പ്രവർത്തിച്ചില്ല. ഒടുക്കം അവൻ സകലതും നഷ്ടപ്പെട്ടവനായി കെട്ടിഞ്ഞാന്ന് മരിക്കുവാൻ ആഗ്രഹിച്ചുവെങ്കിലും തൂങ്ങിയ കയർ പൊട്ടിയതിനാൽ താഴെ വീണ് ഏതോ കുറ്റിയിൽ വയർ തുളഞ്ഞ് കുടൽമാല പുറത്തു വന്ന് അന്നേരം തന്നെ മരിക്കുവാൻ കഴിയാതെ കിടപ്പിലായി. എത്ര ദിവസം അവൻ കിടപ്പ് രോഗിയായി കിടക്കേണ്ടി വന്നു എന്ന് നമുക്കറിയില്ല. എങ്കിലും കുറഞ്ഞപക്ഷം അന്നവന് മരിക്കുവാൻ കഴിഞ്ഞില്ല എന്ന് വിശ്വസിച്ചാൽ തെറ്റില്ല. എന്തുകൊണ്ട് യൂദാ ഇസ്കര്യോത്ത് തൂങ്ങി മരിക്കുവാൻ ശ്രമിച്ചു എന്ന് ചോദിച്ചാൽ, മഹാപൗരോഹിത്യ പ്രാർത്ഥനയിൽ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ് പ്രാർത്ഥിച്ച വാക്കുകൾ ശ്രദ്ധേയമാണ്. തിരുവെഴുത്തിന് നിവൃത്തി വരേണ്ടതിന് ആ നാശയോഗ്യനല്ലാതെ അവരെല്ലാവരും നശിച്ചു പോയിട്ടില്ല എന്നാണ് യേശു പ്രാർത്ഥിച്ചത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 17 അധ്യായം 12 വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശുവിനെ വിട്ടുപോകുന്ന ഏതൊരു വ്യക്തിയെയും സ്വീകരിക്കുവാൻ സാത്താനും അവൻ്റെ ദൂതന്മാരായ ദുരാത്മാക്കളും കാത്തു നിൽക്കുന്നുണ്ട്. നമ്മിൽ പാപം കണ്ടാൽ ദുരാത്മാക്കൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ഇരച്ചു കയറും. ഉൽപ്പത്തി പുസ്തകം 4 അധ്യായം 7 വാക്യത്തിൽ പാപം അഥവാ പാപത്തിൻ്റെ യജമാനനായ സാത്താൻ നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിൽക്കൽ കിടക്കുന്നു. അവൻ്റെ ആഗ്രഹം നമ്മുടെ ഹൃദയത്തിൽ കടന്ന് വിശ്രമിക്കുകയും നമ്മുടെ ഹൃദയം ദുരാത്മാവിൻ്റെ വാസസ്ഥലം ആക്കുകയും ചെയ്യുക എന്നതാണ്. എന്നാൽ നമ്മോട് യേശു കർത്താവ് അഥവാ യഹോവയായ ദൈവം കൽപ്പിക്കുന്നത് നാം പാപത്തെ അഥവാ സാത്താനെ കീഴടക്കണമെന്നാണ്. പാപത്തോട് പോരാടുന്നതിൽ നാം ഉദാസീനത കാണിച്ചാൽ ദുരാത്മാക്കൾ നമ്മുടെ ഹൃദയത്തിൽ കയറുകയും നമ്മുടെ വീണ്ടെടുപ്പുകാരനെ ധിക്കരിക്കുവാൻ നമ്മെ ഉദ്യമിപ്പിക്കുകയും ചെയ്യും. അനേകം പാപങ്ങൾ നമ്മെ കൊണ്ട് അവൻ ചെയ്യിക്കും. സാത്താൻ അകത്തു കടന്നാൽ ഒരു പ്രത്യാശയും സാത്താന് ഇല്ലാത്തതിനാൽ അവൻ്റെ സകല അശുദ്ധ സ്വഭാവവും നമ്മിൽ വെളിപ്പെടുകയും നമ്മുടെ യേശുവിലുള്ള വിശ്വാസം നഷ്ടപ്പെടുകയും അതുമൂലം ദൈവം നമുക്ക് തരുന്ന ധൈര്യവും പ്രത്യാശയും നമുക്ക് നഷ്ടമാവുകയും ചെയ്യും. പ്രത്യാശ നമുക്ക് നഷ്ടമായാൽ നിശ്ചയമായും ഈ ഭൂമിയിൽ ജീവിക്കുവാൻ നമുക്ക് കഴിയാതെ നിരാശനും പ്രത്യാശയില്ലാത്തവനുമായി നാം ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നു. യൂദയ്ക്കും അതാണ് സംഭവിച്ചത്. നല്ല നാഥനെ
ഒറ്റിക്കൊടുക്കുന്നതിനായുള്ള 30 വെള്ളിക്കാശ് മഹാപുരോഹിതന്മാരുടെ കയ്യിൽ നിന്നും മേടിച്ച് പോക്കറ്റിൽ ഇട്ടുകൊണ്ട് പഴയ നിയമ പെസഹായുടെ അപ്പഖണ്ഡം യേശുവിൽ നിന്നും യൂദാ മേടിച്ചു. ഉടനെ സാത്താൻ യൂദായിൽ കടന്നു എന്നാണ് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സാത്താൻ നമ്മിൽ കടന്നാൽ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ യൂദയെയും നമ്മെയും അവൻ സമ്മതിക്കുകയില്ല. അതുകൊണ്ട് യൂദ കെട്ടിഞ്ഞാന്ന് ചത്തുകളഞ്ഞു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ മറിയ എന്ന ഒരു സഹോദരിയെ നമുക്ക് കാണുവാൻ കഴിയും. ഈ സഹോദരി ഇപ്പോൾ യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നിരിക്കുന്നത് പാപമോചനത്തിനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. യേശുവിനെ ക്ഷണിച്ച ബെഥാനിയയിലെ കുഷ്ഠരോഗിയായിരുന്ന ശീമോൻ്റെ വീട്ടിൽ ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി അവൾ എത്തിയിരിക്കുന്നത് 1/2 കിലോ വിലയേറിയ തൈലവുമായാണ്. ശീമോന് വേണ്ടി വാങ്ങിയ തൈലമല്ലായിരുന്നു അത്. പിന്നെയോ തൻ്റെ പാപം ക്ഷമിക്കുവാൻ കഴിയുന്നവനായ യുഗങ്ങളുടെ പാറയായ യേശു ക്രിസ്തുവിൻ്റെ കാലിൽ ഒഴിക്കുവാനായി കൊണ്ടുവന്നതാണ് ആ തൈലം. അവൾ കരഞ്ഞ് കണ്ണുനീർ കൊണ്ട് യേശുവിൻ്റെ കാല് കഴുകി തലമുടി കൊണ്ട് യേശുവിൻ്റെ കാല് തുടച്ചു. അവൾ കൊണ്ടുവന്ന വിലയേറിയ തൈലം യേശുവിൻ്റെ പാദത്തിൽ ഒഴിച്ചു. ആ മുറി മുഴുവൻ സുഗന്ധം നിറഞ്ഞു. ഒറ്റുകാരനായ യൂദായുടെ കണക്കനുസരിച്ച് 300-ലധികം വെള്ളിക്കാശ് അതിന് വിലയുണ്ട്. അവനത് വെറും ചിലവായിരുന്നു. എന്നാൽ പാപമോചനവും നിത്യജീവനും ലഭിച്ച മറിയയ്ക്ക് 300 വെള്ളിക്കാശിനേക്കാളും തൻ്റെ ജീവനേക്കാളും യേശു വിലയുള്ളവനായിരുന്നു. മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം 6 മുതൽ 13 വരെയും, മർക്കോസ് എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 3 മുതൽ 9 വരെയും, ലൂക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 36 മുതൽ 50 വരെയും, യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 1 മുതൽ 8 വരെയുമുള്ള വാക്യങ്ങളിൽ ഇതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തിയിൽ 19-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ ചില ക്ഷുദ്രപ്രയോഗം ചെയ്യുന്ന വ്യക്തികളെ കാണുവാൻ കഴിയും. അപ്പോസ്തലനായ പൗലോസിൻ്റെ ശുശ്രൂഷയാൽ മാനസാന്തരപ്പെട്ട ആ മന്ത്രവാദികൾ ഒന്നും നോക്കിയില്ല. തങ്ങളുടെ മന്ത്രവാദ പുസ്തകങ്ങളെല്ലാം കത്തിച്ചു കളഞ്ഞു. അതിൻ്റെ വില കണക്കാക്കിയാൽ 50,000 വെള്ളിക്കാശ് എന്ന് കണ്ടു. യേശുവിനെ നേടുവാൻ അവർ സമ്പത്തുണ്ടാക്കിക്കൊണ്ടിരുന്ന ജോലിയും 50,000 വെള്ളിക്കാശിൻ്റെ മന്ത്രവാദ പുസ്തകങ്ങളും നശിപ്പിച്ചു കളഞ്ഞു. ആ മന്ത്രവാദികളും തൈലത്തിന് 300-ലധികം വെള്ളിക്കാശ് നഷ്ടപ്പെടുത്തിയവളും യേശുവിനെ നേടി. വിലയേറിയ മുത്തായ യേശുവിനെ നേടുന്നതിൽ അവർ നഷ്ടപ്പെടുത്തിയത് ചെറിയ നന്മ മാത്രമായിരുന്നു. യേശുവാകുന്ന വിലയേറിയ മുത്തിനെ കൈവശമാക്കുവാൻ സകല സമ്പത്തും ബന്ധിനേറെ തങ്ങളുടെ ജീവൻ പോലും നഷ്ടപ്പെടുത്തിയവർ അനേകരാണ്. ക്രിസ്തുവിനെ ഒരുവൻ നേടിയാൽ അവന് ലഭിക്കുന്ന നന്മകൾ പലതാണ്. ഒന്നാമത് ആ വ്യക്തി പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും മോചനം ലഭിക്കുന്നു. രണ്ടാമതായി ദൈവമകൻ എന്ന പദവി ലഭിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവിനെ ലഭിക്കുന്നു. നിത്യജീവൻ ലഭിക്കുന്നു. നിത്യനരകത്തിൽ നിന്നും രക്ഷ നേടുന്നു. അപ്പോസ്തലനായ പൗലോസ് കോടീശ്വരനും മഹാപണ്ഡിതനുമായിരുന്നു. ഗമാലിയേലിൻ്റെ പാദപീഠത്തിലിരുന്ന ന്യായപ്രമാണം സൂക്ഷ്മതയോടെ പഠിച്ചവനുമായിരുന്നു. എന്നാൽ ക്രിസ്തുവിനെ നേടേണ്ടതിന് അവൻ തനിക്ക് വിലയേറിയതെന്ന് താൻ ചിന്തിച്ചിരുന്ന സകല നന്മകളെയും ചപ്പെന്നും ചവറെന്നും എണ്ണിക്കൊണ്ട് ഉപേക്ഷിച്ചു കളഞ്ഞു. അവൻ്റെ അവസാന നാളിലെ സമ്പാദ്യം പുതപ്പും പുസ്തകങ്ങളും മാത്രമായിരുന്നു. ഒരുവൻ ക്രിസ്തുവിനെ നേടിയാൽ ഈ ലോകത്തിലെ കാര്യങ്ങൾക്ക് വലിയ വില കൊടുക്കുവാൻ സാധ്യത വളരെ കുറവാണ്. ഒറ്റുകാരനായ യൂദ ജീവൻ്റെ ഉറവയായ യേശു ക്രിസ്തുവിന് ഒറ്റിക്കൊടുത്ത 30 വെള്ളിക്കാശ് മേടിച്ചപ്പോൾ അവന് നഷ്ടമായത് പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നുമുള്ള മോചനവും ദൈവമകനാകുവാനുള്ള അവസരവും ദൈവം തനിക്ക് ക്രിസ്തുവിൽ കൂടി ഒരുക്കി വെച്ച നിത്യജീവനുമാണ് എന്ന് നാം കേട്ട് കഴിഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, വാസ്തവമായി കർത്താവിനെ അനുസരിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മുടെ പാപം മൂലം യേശു ക്രിസ്തു നമ്മുടെ ഹൃദയത്തിലൊന്നും ഇറങ്ങിപ്പോകുന്നില്ല എന്ന് ഉറപ്പ് വരുത്തണം. ദൈവം ദാനമായി നൽകിത്തന്ന നല്ല മനസാക്ഷി തള്ളിക്കളയാതെ സൂക്ഷിക്കണം. വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കുവാൻ, പാപത്തിലേക്ക് വഴുതിപ്പോകാതിരിക്കുവാൻ കേൾക്കുന്ന ദൈവവചന ശ്രദ്ധയോടെ അനുസരിക്കുവാൻ ഉത്സാഹിക്കണം. നല്ല സ്നേഹിതനായ യേശു കർത്താവ് നമ്മെ കൈവിടാത്തവനും നാം മരിച്ചതിന് ശേഷവും നമ്മുടെ കല്ലറയ്ക്കപ്പുറത്തേക്ക് കടന്നു വന്ന് നമ്മെ സ്നേഹിക്കുന്നവനും ആകുന്നു. ജനക്കൂട്ടങ്ങളിൽ ഒരുവനായി ജീവിക്കുകയും അനേകം സ്നേഹിതന്മാർ സമ്പാദിക്കുകയും ചെയ്യുന്ന അനേകരും യേശുവിന് വേണ്ടി അല്പം സമയം മാറ്റിവെക്കുവാനോ ദൈവവചനമായ ബൈബിൾ വായിക്കുവാനോ സമയം കണ്ടെത്താതെ അവരുടെ നല്ല യൗവനം ലോകമോഹങ്ങൾക്കായി ചിലവഴിച്ച് വാർദ്ധക്യത്തിലെത്തുമ്പോൾ മാത്രമാണ് ചിന്തിക്കുന്നത് തങ്ങളുടെ ജീവിതം തങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ എന്ന്. മരണക്കിടക്കിൽ എഴുന്നേൽക്കുവാൻ സാധിക്കാതെ കിടക്കുമ്പോൾ സ്വന്തം മക്കൾ പോലും അകന്ന്
പോകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് നാം ഓർക്കണം. സേവ്യർ എന്ന ഒരു 2 വയസ്സുകാരനെ കുറിച്ച് ഇവിടെ പ്രസ്താവിക്കട്ടെ. തൻ്റെ മമ്മിയുടെ കയ്യിൽ പിടിച്ച് നടന്ന് എല്ലാ ഞായറാഴ്ചയും സഭയിൽ വന്ന് ഏറ്റവും മുൻനിരയിലിരിക്കും. അറിയാവുന്ന പോലെയൊക്കെ ദൈവത്തെ ആരാധിക്കും. അവൻ ചർച്ചിൽ വന്നാൽ ആദ്യം യേശുവിനോടായിരിക്കും സംസാരിക്കുന്നത്. അവൻ യേശുവിനോട് സംസാരിക്കുന്നത് ഇപ്രകാരമാണ്: യേശുവേ, സേവ്യർ വന്നിട്ടുണ്ട്. എല്ലാ ഞായറാഴ്ചയും അവൻ ഇപ്രകാരം പറയുമായിരുന്നു. അവൻ യൗവനക്കാരനായി അപ്പോഴും അവൻ ആ വാക്കുകൾ യേശുവിനോട് പറയും. എന്നാൽ ഇപ്പോൾ അവൻ വാർദ്ധക്യത്തിലെത്തി സ്വയമായി പുറത്തു പോകുവാൻ പോലും കഴിയാതെ കിടക്കയിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന അവസ്ഥയാണ്. അവൻ ഇപ്പോൾ ചർച്ചിൽ പോകുവാൻ കഴിയുന്നില്ല. ഇപ്പോൾ യേശു അവൻ്റെ അടുക്കൽ ചെല്ലുകയാണ്. ഇപ്പോൾ യേശു സേവ്യറിൻ്റെ അടുക്കൽ ചെന്ന് പറയുകയാണ്: സേവ്യറെ, നിൻ്റെ യേശു വന്നിട്ടുണ്ട് എന്ന്. തന്നെയുമല്ല, യേശു ഒരു വാക്ക് കൂട്ടിച്ചേർത്തു: നീ നരച്ചാലും ഞാൻ നിന്നെ ചുമക്കും. ബിലയാം എന്ന പ്രവാചകൻ പറഞ്ഞത് ഞാൻ ഭക്തൻ മരിക്കുന്നത് പോലെ മരിക്കട്ടെ എന്നാണ്. എന്നാൽ കർത്താവിന് അവനോട് പറയുവാനുള്ളത്: നീ ഭക്തൻ മരിക്കുന്നത് പോലെ മരിക്കണമെങ്കിൽ ഭക്തൻ ജീവിക്കുന്നത് പോലെ ജീവിക്കണം. തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാണ്. നാം കർത്താവിന് വേണ്ടി വലിയ ധനനഷ്ടം സഹിക്കണമെന്ന് കർത്താവ് ആവശ്യപ്പെടുകയില്ല. എന്നാൽ ധനത്തിൽ നാം ആശ്രയിച്ചാൽ അത് നമ്മുടെ നിത്യതയെ ബാധിക്കുമെന്ന് യേശു നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഭക്തനാകുവാനായി അഥവാ ദൈവഭയമുള്ളവൻ ആകുവാനായി നാം ഒന്ന് മാത്രം ചെയ്താൽ മതി. ദിവസവും തുടർച്ചയായി കുറഞ്ഞത് അരമണിക്കൂർ എങ്കിലും ബൈബിൾ വായിക്കുകയും അതിൽ നാം അനുസരിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അനുസരിക്കുകയും ചെയ്യണം. നാം അപ്രകാരം ചെയ്താൽ ക്രിസ്തുവിൽ നിന്ന് നമ്മെ ഒരു ദുഷ്ടനും അകറ്റുവാൻ കഴിയുകയില്ല. ഒരു കഷ്ണം ഉണങ്ങിയ അപ്പത്തിനും ഒരു പിടി യവത്തിനും നാം ഒരിക്കലും നമ്മുടെ നല്ല മനസ്സാക്ഷി തള്ളിക്കളയുകയുമില്ല. എന്ത് വില കൊടുത്തും ക്രിസ്തുവിനെ നമുക്ക് നഷ്ടമാകുന്നില്ല എന്ന് ഉറപ്പ് വരുത്തണം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വിലയേറിയ മുത്തായ അങ്ങയെ നഷ്ടപ്പെടുത്തുന്ന യാതൊരു തിന്മയും ഞങ്ങളിൽ നിന്നും ഉണ്ടാകുവാൻ ഇടവരാതെ അങ്ങയുടെ വചനം പ്രമാണിച്ചുകൊണ്ട് നിത്യജീവനെ അവകാശികളായി തീരുവാൻ അടിയനെ കേൾക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളെയും സഹായിക്കണമേ. സങ്കടത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ സങ്കടം മാറ്റി കൊടുക്കണമേ. വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണമേ. രോഗികളായി തീർന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. സാമ്പത്തികമായി ഞെരുങ്ങുന്നവർക്ക് അതിൽ നിന്നും മോചനം കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.